നമസ്കാരം എല്ലാവർക്കും. ജലദോഷം കാര്യത്തിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് യഗന്തി എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ഗ്രാമത്തിലേട്ടോ. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ഞാൻ ഇന്നലെ ബെലം കേവ്സ് വന്നതാണ്. അപ്പം ബെലം കേവ്സ് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത് കാണാനുള്ളൊരു ടെമ്പിളാണിത്. അപ്പോൾ ആ ടെമ്പിൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് ഇത് രാത്രി. ഇന്നലെ ഒരു പെട്രോൾ പമ്പിൽ ഇവിടെ സൈഡാക്കി കിടന്നുറങ്ങി. അമ്പലത്തിൻ്റെ അടുത്തുള്ള കേട്ടോ. രാവിലെ തന്നെ ഫുള്ള് നല്ല കൃഷി ചെയ്യുന്ന നല്ല കാഴ്ചകളാണ്. രാത്രി ഒന്നും കണ്ടില്ല, വന്ന് നേരെ കിടന്നുറങ്ങിയത്. ഈ ഒരു പെട്രോൾ പമ്പിൽ ഇന്നലെ ഉറങ്ങിയ കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടെമ്പിളിലൊന്ന് പോയിട്ട്, പഴയ ഒരു ടെമ്പിളാണ്, പക്ഷെ അത് ഇരിക്കുന്ന സ്ഥലം അടിപൊളിയാണെന്നാണ് ഞാൻ ഗൂഗിൾ നോക്കിയ സമയത്ത് കണ്ടത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. വണ്ടി എടുത്ത് വിട്ട് പോകുന്ന വഴികളെല്ലാം കണ്ട ഫുള്ള് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ എവിടെയെല്ലാം കേട്ടോ. സിറ്റി ലൈഫൊന്നും ഇല്ല, ഡെവലപ്മെൻ്റ് എന്നൊക്കെ തീരില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഗ്ലാസ് ഫുള്ള് കോട വന്ന് കിടക്കും കേട്ടോ. പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ്. ചോളവും കാര്യം എല്ലാം ഉണ്ട്, ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ. ഇത് നമുക്ക് പോകുന്ന വഴിയിൽ കാണാനുള്ളതാണ്. അതായത് അന്നത്തെ നവാബ്, അന്നത്തെ രാജാവിൻ്റെ ഒരു കൊട്ടാരം കേട്ടോ. പക്ഷേ അത് തീരെ മെയിൻറ്റൈൻഡ് അല്ല എന്നൊക്കെ ഞാൻ ഗൂഗിളിൽ കണ്ടു. അപ്പോൾ അയാൾ താമസിച്ചിരുന്ന സ്ഥലമാണ്. അടിപൊളി, കാണാൻ ഒരു രസമുണ്ട്, ഫോട്ടോയിൽ എടുക്കാൻ നല്ല രസമുണ്ടല്ലേ. ഇത് ആ റോഡ് സൈഡിൽ തന്നെ ഉള്ള സാധനമാണ്. നമുക്കെന്തായാലും ആദ്യം ടെമ്പിളിലേക്ക് പോവാം. ഇതാണ് യുഗന്തി എന്ന് പറയുന്ന ഗ്രാമം കേട്ടോ. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ പോയ അമ്പലത്തി. ചെറിയൊരു നമ്മളെ തമിഴ് ഗ്രാമങ്ങൾ പോലത്തെ ചെറിയൊരു ഗ്രാമമാണ്. കൃഷിക്കാരും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ട്രാക്ടർ കാര്യങ്ങൾ, ഇവരിങ്ങനെ സ്വന്തം പണിയൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നു, അത്രയേ ഉള്ളൂ. അടിപൊളി. എന്താ ചോളം പോലത്തെ എന്തോ സംഭവം, നല്ല രസമുണ്ട് കാണാൻ. ചോളമല്ല, വേറെന്തോ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇഷ്ടംപോലെ മറ്റേ മാർബിൾ ടൈപ്പ് കല്ലുകൾ എടുക്കുന്നുണ്ട്. അത് അതിൻ്റെ വേസ്റ്റാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. അത്രയാ നോക്കിയ മല പോലെ കല്ല് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. കല്ല് ഒന്നും പറയണ്ട, ഇഷ്ടം പോലെ കല്ല. ആടിനെയും കൊണ്ട് പോകുന്നുണ്ട്, ഉള്ള ആട്ടും കൂട്ടം. മട്ടൻ ബിരിയാണി വെക്കേണ്ടി വരുമോ? 60 ഉറുപ്പ്യ ഫീ എന്നെല്ലാം പറഞ്ഞ് വാങ്ങിയിട്ടുണ്ട്. എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ട, എന്തിനാണോ എന്തോ. എന്തായാലും ഇരിക്കട്ടെ, സംഭവം അടിപൊളിയാണ്. അതാ ആ കാണുന്നതാണ് ആ ഒരു ടെമ്പിൾ കേട്ടോ. സ്റ്റെപ്പ് കണ്ട. ആ ടെമ്പിളിൽ പോവാം. ആ ടെമ്പിളിൽ പോയി കഴിഞ്ഞിട്ട് അത് ആ കല്ലിൻ്റെ ആ പാറക്കെട്ടിൻ്റെ ഉള്ളിലാണ്. അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് നല്ലൊരു ഹെയർ പിൻ റോഡൊക്കെ കാണുന്നുണ്ട്. ഇതാ ഇങ്ങനെ സൈഡ് കെട്ടി കാണുന്നുണ്ടോ. ജസ്റ്റ് പോയി നോക്കാം. അമ്പലം ഇരിക്കുന്ന സ്ഥലം സൂപ്പർ കേട്ടോ. ഇതാ മലയല്ല, അവിടെയുള്ളു. അത് നൈസാണ്. ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം മുകളിൽ നമ്മളിപ്പോൾ നേരത്തെ കണ്ട വ്യൂ എത്താൻ കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ടെമ്പിൾ ഉണ്ട്. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിൾ ഞാൻ കയറുന്നില്ല കേട്ടോ. അവിടെ മറ്റിതൊക്കെ ഉണ്ട്, പുഷ്കർണി, വേണമെങ്കിൽ കുളിക്കാനും കാര്യത്തൊക്കെ സ്ഥലമുണ്ട്. ഈ കാണുന്ന ഗോപുരത്തിൻ്റെ ഉള്ളിലുള്ള അമ്പലത്തിലാണ് നമ്മുടെ ഗ്രോയിങ് നന്ദി. അതായത് പിന്നെ 20 വർഷം കൂടുമ്പോൾ 1 സെൻറ്റിമീറ്ററോ അത്രയും 1 മീറ്ററോ അത്രയും അത് നീളം വെക്കുന്നതെന്നാണ് അതിന് കണക്ക് കേട്ടോ. നമുക്കത് പോയി കാണാം. ഇതൊന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോവാം. ഇത് ദൂരത്തുനിന്ന് കാണുന്ന ആ ഒരു സെറ്റപ്പ് ഒന്നുമില്ല. ഇത് അകത്ത് ഒരു സ്വാമീൻ്റെ ഒരു ചെറിയ സംഭവം കേട്ടോ. വേറെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഈ കാണുന്ന ആ പാറയിടക്കിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു കേവിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു ടെമ്പിൾ പോലെ ഉണ്ടാക്കിയതാണ്. കുറച്ച് സ്വാമിമാർ അവിടെ ദക്ഷിണക്കൊക്കെ വേണ്ടി ഇരിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. വലിയ കാര്യമായിട്ട് ഇവിടെ ഒന്നുമില്ല കാണാൻ. അമ്പലത്തിൻ്റെ അകത്ത് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതൊരു ചെറിയൊരു സംഭവം കേട്ടോ. ഒരു ശിവലിംഗം കാര്യം, അത് നമുക്ക് നേരെ നിൽക്കാനൊന്നും പറ്റില്ല. കുനിഞ്ഞ് പോയിട്ട് അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചിട്ട് വരണം. അതൊരു അമ്പലം കേട്ടോ. പിന്നെ ചെറിയൊരു സംഭവം, അതിനുള്ളിൽ പാറേൻ്റെ ഗ്യാപ്പിൽ ചെറിയൊരു ശിവലിംഗം വെച്ചിട്ടാക്കിയതാ. ഗൂഗിള് നോക്കിയാൽ ഇതൊന്നും നല്ല, വേറെ എന്തെല്ലാം കണ്ടിന്. ഞാൻ വിചാരിച്ചു വലിയൊരു അമ്പലമായിരിക്കും. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഗോപുരം കേട്ടോ. പിന്നെ അകത്തേക്ക് കുറച്ച് കാണാനുണ്ടെന്ന് തോന്നുന്നു. മുകളിലോട്ടെല്ലാം കയറി പോകുന്ന സ്റ്റെപ്പൊക്കെ കാണുന്നുണ്ട്. അതെല്ലാം നമുക്ക് കയറി നോക്കാം. ഇതെല്ലാം പ്രൊട്ടക്റ്റഡ് മണമണ്ണിൻ്റെ അണ്ടറിൽ വരുന്ന കേട്ടോ. ഈ പാറേൻ്റെ ഗ്യാപ്പിലാണ്, വലിയൊരു പാറ ഇതിൻ്റെ ഗ്യാപ്പിൽ.
ഇതൊരു പക്ക ഒരു ടെമ്പിൾ കാര്യങ്ങളൊക്കെ ആട്ടോ. വേറെ പഴയ മോഡല് മറ്റേ കൊത്തുപണി കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായാലും, പക്ഷെ അതൊന്നുമില്ല. ജസ്റ്റ് കുറേ കേവ്സിനുള്ളിൽ ചെറിയ ടെമ്പിൾസ് അവരുണ്ടാക്കിയിട്ടുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഇവിടെ കാണാനുള്ള മെയിൻ ഐറ്റം കേട്ടോ. ഈ നന്ദിക്ക് ഓരോ 20 വർഷം കൂടുമ്പോൾ അതിൻ്റെ സൈസ് കൂടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അങ്ങനെയാണ് വിശ്വാസം. ആ കേവ് ടെമ്പിൾ ഒരു ലോങ് വ്യൂ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഇതിൻ്റെ ഒരു അടിപൊളി വ്യൂ കിട്ടും. നമുക്ക് മുകളിലേക്ക് പോകാനുണ്ട്. നമ്മുടെ ഹെയർ പിന്ന് കയറി ആ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വേറെ അടിപൊളി വ്യൂ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു വിസിബിലിറ്റി ഉണ്ടാവും അവിടെ നിന്ന് തോന്നുന്നു. ഗോപുരങ്ങളെല്ലാം നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു സ്റ്റൈലാണ് കേട്ടോ. ഇതൊക്കെ കാണാൻ ആ ഒരു സ്റ്റൈലാണ്. ഇതിൻ്റെ അകത്താണ് പുഷ്കരണി ഉള്ളത് കേട്ടോ. പുഷ്കരണിയിൽ കുളിക്കാൻ വേണമെങ്കിൽ, പക്ഷേ ഫോട്ടോഷൂട്ട് പറ്റൂല. ഞാൻ നോക്കട്ടെ, കയറി ജസ്റ്റ് കാണാൻ പറ്റുമോ. ഇതാണ് കേട്ടോ പുഷ്കരണി. നമുക്ക് വേണമെങ്കിൽ കുളിക്കാം കേട്ടോ. കുളിച്ചിട്ട് ക്ഷേത്രത്തിൽ കയറുന്നതാണ് അതിൻ്റെ ഒരു ഇത്. മരത്തിന് കെട്ടിയ നല്ല രസമല്ലേ കാണാൻ. ഉണ്ട കല്ലും കൊണ്ട് നല്ല രസം. വെറുതെ ഇരിക്കാൻ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ്. ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയേട്ടാ ഞാൻ പിന്നെ മെല്ലെ മുകളിലേക്ക് കയറിയതാ. എന്താ കാഴ്ച എന്നല്ല, മുകളിലേക്ക് റോഡ് ഉണ്ട്. ഇത് കണ്ടോ ഫുള്ള് ഞാൻ പറഞ്ഞില്ല മറ്റേ പാറേൻ്റെ വേസ്റ്റ് കണ്ടോ. അതായത് ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നതിൽ വലിയ പീസെല്ലാം അവരെടുക്കും. ബാക്കി ചെറുതെല്ലാം വേസ്റ്റാണ്. എത്ര വേസ്റ്റ് നോക്കിയേ. നമ്മളെ നാട്ടിലെ ചെങ്കല്ലിന്റെ പണ പോലെ തന്നെ കേട്ടോ. ഇവരതുപോലെ കുഴിച്ചെടുക്കുന്നതാണ്. ഇതേട്ടോ നമ്മളിപ്പോൾ പോയ ടെമ്പിളായത്. ആ കേവെല്ലാം കാണാലോ. എല്ലാം ഇടുന്ന് കാണാം. ഒറ്റയ്ക്ക് ഷോട്ടിൽ കിട്ടും കേട്ടോ. ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടാകുന്ന ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കൊള്ളാം. താഴെന്ന് പോയി കാണുന്നതിൽ നല്ല മേളിൽ കാണുന്നതാണ്. താഴെ പോയി കണ്ടിട്ടും വലിയൊന്നും കാണാനൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ മേളിലൊരു ചെറിയൊരു അമ്പലം കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ അമ്പലം കാണാൻ വെച്ചിട്ടല്ല, നല്ലൊരു റോഡ് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാൻ വെച്ചു. ജസ്റ്റ് അവിടെ കയറിയിട്ട് അടുത്ത സ്ഥലം പിടിച്ചിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. പോകുന്ന വഴി ഫുള്ള് ഇതുപോലെ പാറയാണ് കേട്ടോ. ഫുള്ള് അപ്പുറത്തും ഇപ്പുറത്തും ഫുള്ള് പാറകളായിട്ട് ഇങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. നമുക്ക് അമ്പലമൊന്നും കാണുന്നില്ല, പക്ഷേ ഈ റൂട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് പോകുന്ന വഴിയാണ്. അങ്ങനെ ഒടുവിൽ ഏതോ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട്. ഒരു അപ്പൂപ്പനടി ഇരിക്കുന്നുണ്ട്. ഒന്നുമേ പുരയില് പോയി റേഞ്ചൊന്നും ഇല്ലാത്ത ഏതോ ഒരു കാട്ടിലെത്തി. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഞാൻ നോക്കി ഗൂഗിള് മാപ്പിൽ ഫുള്ള് സൂം ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ഒരു ടെമ്പിളൊന്നും ഇവിടെ കാണുന്നില്ല കേട്ടോ. എന്തായാലും നമുക്ക് തിരിച്ചു പോകാം. വന്ന വഴി തന്നെ പോവാം. ഇത് ഫുൾ കാടെത്തി. ഒന്നും ഇല്ല ഇങ്ങോട്ട്. 2 പശുവിനെല്ലാം കാണുന്നുണ്ട്. ഇവിടെ ചെറിയ വീടെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. 2 ചെറിയ ഉള്ളു, വേറെ ഒന്നും കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ വണ്ടി തിരിച്ചു കേട്ടോ. കാരണം റേഞ്ചും ഇല്ല, നമുക്ക് വർക്ക് ചെയ്യാൻ സമയമായി. അപ്പം എന്തായാലും തിരിച്ചു പോയേ പറ്റൂ. വെച്ച് വിടുവാണ്.
ഇതിലെ പോയാൽ ഏതോ ഒരു ചെറിയ ഗ്രാമത്തിലെത്തും. അവിടുന്ന് അങ്ങനെ കണക്ഷൻ വേണമെങ്കിൽ കയറി പോവാം, ഗ്രാമം ത്രൂ കയറി പോവാം. പക്ഷെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നടക്കൂല. ഇവിടുത്തെ കല്ലുകൾ കണ്ടോ, നമുക്കൊരു പിക്കാസ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഫുള്ള് അടർത്തിയെടുക്കാം. ആ ഒരു ടൈപ്പ് സാധനങ്ങളാണ്. നമ്മളെ ആവശ്യത്തിന് നമുക്ക് കട്ടിയുള്ള രീതിയിൽ എങ്ങനത്തെ വേണമെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാം കേട്ടോ. അതുപോലെ എടുത്തതിൻ്റെ ഒരു ബാക്കിയാണിത്. ഇതൊരു ചെറിയൊരു കോറയാണ്. അതുപോലെ നിറച്ച് കോറകളാണ് ഇവിടെ. എടുത്തു കഴിഞ്ഞാൽ വേസ്റ്റാണ് ഈ കാണുന്നത് ഫുള്ള്. ആവശ്യാനുസരണം നമുക്ക് എടുത്തിട്ട് പോവാം. അങ്ങനെ ഏതാ നമ്മൾ രാവിലെ വന്ന സെയിം റൂട്ട് നമ്മൾ തിരിച്ചു പോവാണ്. ഇനി നേരെ ഹൈദരാബാദ് പിടിക്കുക കേട്ടോ. ഫിലിം സിറ്റി കണ്ട് അങ്ങനെ ആ ഹൈദരാബാദ് ചാർമിനാർ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നല്ല നീങ്ങാം നമുക്ക്. പിന്നെ വിജയവാഡയെല്ലാം പോയി ഓക്കെ ഭുവനേശ്വറിലും പിടിച്ച് അങ്ങനെ പോവാം ഒഡീഷ. നല്ല വിശപ്പുണ്ട്. എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കി ഒരു ഫുഡ് ഉണ്ടാക്കണം, അതാണ് മെയിൻ. രാവിലെ ഒന്നും കഴിച്ചില്ല, ബിസ്ക്കറ്റ് കാര്യമെല്ലാം കഴിഞ്ഞു. അടിപൊളി റൂട്ടാട്ടോ, നല്ല രസമുണ്ട് ഇങ്ങനെ പോവാൻ. രണ്ട് സൈഡ് മരങ്ങൾ, ചെറിയ ചെറിയ വീടുകൾ, തിരക്കൊന്നുമില്ല. നല്ല അടിപൊളി റൂട്ടാണ്. കുരങ്ങന്മാരുണ്ട്, അതാണൊരു പ്രശ്നം. കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുരങ്ങന്മാരുള്ളതുകൊണ്ട് ഭയങ്കര പണിയാണ്. നമ്മളിവിടുന്ന് ഫുഡ് ഉണ്ടാക്കാൻ സൈഡാക്കാം കേട്ടോ. ഇവിടെ ഒരു സായിൻ്റെ വലിയൊരു പ്രതിമ കാണാം. ജസ്റ്റ് ഇവിടെ സൈഡാക്കിയിട്ടല്ലേ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നല്ല കാറ്റാണ്, അതുകൊണ്ട് ഇങ്ങനെ ടയറിന് കണക്കായിട്ട് വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുവാണ്. അപ്പോൾ ഫുഡ് ആയിട്ടുണ്ട്. ബസുമതി റൈസും കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനം കേട്ടോ, മസാല റൈസ്. നല്ല രസമായിരിക്കും തിന്നാൻ. ഇതാകുമ്പോൾ പിന്നെ ചോറ് കറി വേറെ എക്സ്ട്രാ ഉണ്ടാക്കണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഫുഡെല്ലാം കഴിച്ചേട്ടാ. ഇനി നല്ലൊരു സ്ഥലം നോക്കിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സൈഡാക്കട്ടെ. വൈകുന്നേരം വരെ വർക്ക് ചെയ്യാം. രാത്രി പയ്യെ നീങ്ങണം. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഹൈദരാബാദിലേക്കുള്ള യാത്രയിലാട്ടോ. അതിനിടയ്ക്ക് ഒരു റെയിൽവേ ക്രോസിങ് വന്നു അവിടെ ഉള്ളത്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും കുറച്ച് ഓടിക്കഴിഞ്ഞിട്ട് ഇന്ന് എവിടെയെങ്കിലും സൈഡാക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കൊണ്ട് ഹൈദരാബാദ് എത്തുള്ളൂ. നമുക്കൊരു 6 മണിക്കൂറേ പോകാനുള്ളൂ. പക്ഷേ ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നില്ല കേട്ടോ. പക്ഷെ പണിയൊക്കെ തീർക്കാനുണ്ട്. അപ്പോൾ പണിയെല്ലാം തീർത്ത് പയ്യെ പോകാന്ന് വെച്ചു. ഏതാണോ ട്രെയിൻ എങ്ങോട്ടാണോ ഒന്നും അറിയില്ല. ഇതുണ്ടോ നമുക്ക് കുർണൂലിലേക്ക് 50, ഹൈദരാബാദിലേക്ക് 200 കേട്ടോ. ഇത് നമുക്ക് പോകാനുള്ളത്. അങ്ങനെ നമ്മൾ ഒരു മെയിൻ റോഡിൽ എത്തിയിരിക്കുന്നു. ഇതൊരു നാഷണൽ ഹൈവേ ആട്ടോ. കുർണൂല്, നന്ദ്യാല, പിന്നെ ഹൈദരാബാദ് ഇങ്ങോട്ടെല്ലാം പോകുന്ന റൂട്ടാണ് ലെഫ്റ്റ്. നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. നമ്മൾ ഹൈദരാബാദിലേക്കാണല്ലോ. Continue on National Highway 40 for 25 kilometers. ഓക്കെ സെറ്റ്. അപ്പം നേരെ ഹൈദരാബാദിലേക്ക്. അങ്ങനെ ഇതാ നമ്മൾ ഹൈദരാബാദ് റൂട്ടിൽ ഇതാ കുർണൂൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് തന്നെ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ തന്നെ കിടന്നുറങ്ങുവാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഹൈദരാബാദിലേക്ക് വളരെ സ്ലോ ആയിരിക്കും. കുറച്ച് സ്ലോ ആയിട്ട് പോലും. ഞാൻ വീക്കെൻഡ് ആകുമ്പോൾ അവിടെ എത്തുന്ന രീതിയിൽ പോലും കേട്ടോ. എന്തായാലും ഓക്കെ, എല്ലാവർക്കും താങ്ക് യു കേട്ടോ. വളരെ താങ്ക് യു.